നമസ്കാരം. അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 2026 ആരോഗ്യം നിലനിർത്തുന്നതിൻ്റെ ഭാഗമായിട്ട് യോഗ പരിശീലനത്തിന് ചേരുവാനും ഭക്ഷണ ക്രമീകരണങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും വ്യായാമത്തിനോട് ബന്ധപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ദിനചര്യയിൽ ഉൾപ്പെടുത്തേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. അനാവശ്യമായിട്ടുള്ള ഒരുപക്ഷെ സാമ്പത്തികമായിട്ടുള്ള മേഖലകളെ പറ്റിയിട്ടും തൊഴിൽ മേഖലകളെ പറ്റിയിട്ടും ആരോഗ്യപരമായിട്ടും ഉണ്ടാകാമെങ്കിൽ പോലും എല്ലാം വളരെ സുഗമമായിട്ട് എല്ലാ കാര്യങ്ങളും നടക്കുവാനുള്ള സാഹചര്യങ്ങൾ പോലും ഉണ്ടായിത്തീരും. ഏറ്റെടുത്ത കർമ്മമണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട് ജൂൺ മാസം വരെ കഠിനാധ്വാനം വേണ്ടിവരും, ദൂരയാത്രകൾ വേണ്ടിവരും. ഒരു പക്ഷേ ജോലിയുടെ ചുമതലകൾ ഏറ്റെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ജോലി സ്ഥലത്ത് ഒറ്റയ്ക്ക് താമസിക്കേണ്ടതായ സാഹചര്യങ്ങൾ, അതായത് കുടുംബാംഗങ്ങളെ ജന്മനാട്ടിൽ മാറ്റി പാർപ്പിച്ചോ മാതാപിതാക്കളെ ഒപ്പം താമസിപ്പിച്ചും കൊണ്ട് ഒറ്റയ്ക്ക് താമസിക്കേണ്ടതായുള്ള സാഹചര്യങ്ങൾ വന്നു ചേരും. ഇതിൻ്റെ വെളിച്ചത്തിൽ ആത്മാർത്ഥമായി ചെയ്യുന്ന ജോലികളെല്ലാം തീർക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ജൂൺ മാസം മുതൽ ഒരു സ്ഥാനക്കയറ്റം ലഭിക്കാനും കുടുംബാംഗങ്ങളെ ഒരുമിച്ച് താമസിപ്പിക്കാൻ തക്കവണ്ണം സാഹചര്യങ്ങൾ ഉണ്ടാകുവാൻ ഇടയുണ്ട്. വികസിത രാഷ്ട്രത്തിൽ ഉപരിപഠനത്തിന് പരിശ്രമിക്കുന്ന പലർക്കും ഉദ്ദേശിച്ച പോലെ പ്രവേശനം ലഭിക്കാൻ പ്രാരംഭത്തിൽ സാധ്യതകൾ വളരെ കുറവായിരിക്കും. 2025 തന്നെ അപേക്ഷകളൊക്കെ നൽകിയിരുന്നു എങ്കിലും നിരസിക്കപ്പെടാനുള്ള സാഹചര്യങ്ങളുണ്ടായിരുന്നു. ഇനി ആദ്യ ഒരു പുനരപേക്ഷ നൽകുന്നതിൽ സെപ്റ്റംബർ മാസത്തിലെ പ്രവേശനം ലഭിക്കാൻ തക്കവണ്ണമുള്ള അവസരമുണ്ടാകുവാനും സാമ്പത്തികമായിട്ട് സ്വരൂപിക്കുന്നത് ഗുണകരമായി തീരുവാനും ഇടയുണ്ട്. വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട് ഒരു പരിധിയിലധികം പണം മുതൽ മുടക്കിയാൽ അതിനനുസൃതമായിട്ടുള്ള നേട്ടം കുറയും എന്ന ധാരണയും നിർദ്ദേശങ്ങളും സ്വീകരിക്കുക തന്നെയായിരിക്കും നന്നാവുക. പലപ്പോഴും കഴിഞ്ഞ വർഷം തുടങ്ങി വെച്ചതായിട്ടുള്ള ജോലിപരമായിട്ടും അല്ലെങ്കിൽ വ്യാപാരപരമായിട്ടും മാന്ദ്യം അനുഭവപ്പെടുന്നതിനാൽ ലഭിച്ച പണത്തിന് അത് മറ്റുള്ളവർക്ക് കൈമാറുവാനുള്ള അവസരമുണ്ടാകുന്നത് ഏത് പ്രകാരത്തിലും സ്വീകരിക്കുന്നത് നന്നായിരിക്കും. അഭിപ്രായ സ്വാതന്ത്ര്യത്താൽ പ്രസ്ഥാനത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ അവസരം വന്നു ചേരും. യാതൊരു കാരണവുമില്ലാതെ മേലധികാരികളിൽ നിന്നും അപ്രീതിയുള്ള വചനങ്ങൾ കേൾക്കുവാനിടവരുമെങ്കിലും സ്വന്തം തീരുമാനത്തിൽ എത്രയൊക്കെ സമ്മർദ്ദങ്ങളും അധികാരപരിധിയും ചുമതലകളും വർദ്ധിച്ചാലും സ്വന്തം തീരുമാനത്തിൽ നിലവിലുള്ള ജോലി ഉപേക്ഷിക്കാതിരിക്കുകയായിരിക്കും ജൂൺ മാസം വരെ നന്നാവുക. പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും സ്വന്തം ഉത്തരവാദിത്വങ്ങൾ മറ്റൊരാളെ ഏൽപ്പിക്കുന്നതും അബദ്ധമായി തീരുവാനിടയുണ്ട്. ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ച് ഓണക്കാലത്തിനോടനുബന്ധമായിട്ട് ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കാൻ അവസരം വന്നു ചേരും. ബന്ധുമിത്രാദികളോടൊപ്പം ഡിസംബർ മാസത്തിൽ പുണ്യതീർത്ഥ ഉല്ലാസ വിനോദയാത്രകൾക്ക് അവസരങ്ങൾ വളരെ വർഷമായിട്ട് വിചാരിക്കുന്നു, അത് അനുകൂലമായി തീരുവാൻ ഇടയുണ്ട്. ഓണക്കാലത്തിനോടനുബന്ധമായിട്ട് ജന്മനാട്ടിൽ വന്നു ചേരുവാനും കുറേയധികം വിശേഷ അവസരങ്ങളിൽ പങ്കെടുക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ സ്വയം നടത്തിവരുന്ന പ്രസ്ഥാനം തത്തുല്യമായിട്ട് നടത്തിവരുന്നവരുടെ ചില നിർദ്ദേശങ്ങളൊക്കെ സ്വീകരിക്കാനും സ്വന്തം പ്രസ്ഥാനത്തിൽ അത് അവലംബിക്കുവാനുള്ള അവസരം വന്നു ചേരുവാൻ ഇടയുണ്ട്. വസ്തുതർക്കം പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് സഹോദരങ്ങൾക്ക് കൂടുതൽ സ്വത്ത് ലഭിക്കും എങ്കിൽ പോലും മാതാപിതാക്കളുടെ നിർദ്ദേശപ്രകാരവും മക്കളുടെ ആശയപ്രകാരവും ചില കാര്യങ്ങളിലെല്ലാം തന്നെ വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കുവാൻ ഇടയുണ്ട്. ചിലർക്ക് നിലവിലുള്ള പാഠ്യപദ്ധതി ഉപേക്ഷിച്ച്, അതായത് നിലവിലുള്ള പാഠ്യപദ്ധതിയിൽ ഇനി നേട്ടമോ അല്ലെങ്കിൽ അവസരങ്ങളോ വളരെ കുറയും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിലവിലുള്ള പാഠ്യപദ്ധതിയുടെ ഒരു ഉപവിഭാഗമായിട്ട് ചേരുവാനുള്ള അവസരമുണ്ടാകുവാനും ഒരു പക്ഷേ 2027 ജൂൺ മാസത്തിലെ പൂർത്തീകരിക്കുകയുള്ളൂ എങ്കിൽ പോലും ഈ പഠിക്കുന്നതോടൊപ്പം തന്നെ ജോലി ചെയ്യാനുള്ള അവസരം ഉണ്ടാകുന്നത് വളരെ ഗുണകരമായി തീരുവാൻ ഇടയുണ്ട്. വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന പലർക്കും
അനുദിനം വർദ്ധിച്ചു വരുന്ന ചെലവിനങ്ങളുടെ വിലയിരുത്തി ചിലർ നാട്ടിലേക്ക് പോരുവാനുള്ള തീരുമാനം കൈക്കൊള്ളുവാനിടയുണ്ട്. മറ്റു ചിലർക്ക് മറ്റ് വികസിത രാഷ്ട്രത്തിലേക്ക് പോകുവാനും അവസരം ഉണ്ടാകുവാൻ ഇടയുണ്ട്. സംയുക്ത സംരംഭങ്ങളിൽ നിന്നും വഞ്ചനയിൽ അകപ്പെടാതെ സൂക്ഷിക്കേണ്ടതാണ്. രേഖാപരമല്ലാത്ത സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളിൽ നിന്നും പിന്മാറുക തന്നെയായിരിക്കും നന്നാവുക. മക്കളുടെ പല വിധത്തിലുള്ള ആവശ്യങ്ങൾക്കും ഉപരിപഠനം, വിവാഹം, ഇങ്ങനെ കാര്യങ്ങൾക്കൊക്കെ തന്നെ പ്രതീക്ഷിച്ചതിലുപരി പണച്ചെലവ് അനുഭവപ്പെടുവാനിടയുണ്ട്. ഒരുപക്ഷെ മനസ്സിന് പല വിധത്തിലുള്ള ആധി വന്നു ചേരുന്നതിൻ്റെ വെളിച്ചത്തിൽ യോഗയും പ്രാണായാമവും മുൻപ് പറഞ്ഞ പോലെ തന്നെ ശീലിക്കുന്നതോടൊപ്പം തന്നെ ആത്മീയ പ്രഭാഷണങ്ങളും മനസ്സമാധാനത്തിന് വഴിയൊരുക്കുവാൻ ഇടയുണ്ട്. ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം തൊഴിൽ ക്രമീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആർക്കെങ്കിലും ഒരാൾക്ക് ജോലി രാജിവെക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. വ്യാവസായികമായിട്ടുള്ള മേഖലകളിൽ നിരന്തരം ക്ഷീണാവസ്ഥകളും വ്യവസായങ്ങൾക്ക് കേടുപാടുകൾ വന്നു ചേരുന്നതിൻ്റെ വെളിച്ചത്തിൽ മറ്റുള്ളവർക്ക് നടത്തുവാനുള്ള തീരുമാനം അല്ലെങ്കിൽ അത് ലീസിന് കൊടുക്കുവാനുള്ള തീരുമാനം കൈക്കൊള്ളുന്നത് ഏത് പ്രകാരത്തിലും നന്നായിരിക്കുവാൻ ഇടയുണ്ട്. അകാരണമായിട്ട് ആധി വർദ്ധിക്കുന്നത് വഴി പ്രത്യേക ഈശ്വര പ്രാർത്ഥനകൾ നടത്തേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. കർമ്മമണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട് ഉത്തരവാദിത്വങ്ങൾ വർദ്ധിക്കുവാനിടയുണ്ട്. ദുസ്സൂചനകൾ ലഭിച്ചതിനാൽ പണം മുതൽ മുടക്കുന്ന പ്രവർത്തന മണ്ഡലങ്ങളിൽ നിന്നും പിന്മാറുവാനിടവരും. ഹ്രസ്വകാല കാർഷികമായിട്ടുള്ള മേഖലയിൽ നിന്ന് പിന്മാറി ദീർഘകാല വിളകൾക്ക് അനുസൃതമായിട്ടുള്ള കൃഷി രീതികൾക്ക് തുടക്കം കുറിക്കാൻ അവസരം വന്നു ചേരും. യാത്രാവേളയിൽ അവിചാരിതമായിട്ട് വേണ്ടപ്പെട്ടവരെ പരിചയപ്പെടുവാനും, അതായത് തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ട് അനുബന്ധമായിട്ട് നടത്തി വരുന്നവരെ പരിചയപ്പെടുവാനും വിജ്ഞാനപ്രദമായിട്ടുള്ള ആശയങ്ങൾ സ്വീകരിക്കുവാനും ഇടയുണ്ട്. ആവിഷ്കരണ ശൈലിയിൽ പുതിയ ആശയങ്ങൾ അവലംബിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ പിന്തള്ളപ്പെടുന്ന അവസ്ഥാവിശേഷങ്ങളെ അതിജീവിക്കുക മാത്രമല്ല എല്ലാവർക്കും സ്വീകാര്യത വന്നു ചേരുവാൻ ഇടയുണ്ട്. പരീക്ഷ, ഇൻ്റർവ്യൂ, കലാകായിക മത്സരങ്ങൾ തുടങ്ങിയവയിലെല്ലാം തന്നെ ജൂൺ മാസം വരെ പരാജയം ഉണ്ടാകുവാനിടയുണ്ട്. അല്ലെങ്കിൽ ഒരു ഉൾഭീതി ഉണ്ടാകുന്നതിൻ്റെ വെളിച്ചത്തിൽ അറിവുള്ള വിഷയങ്ങളാണെങ്കിൽ പോലും കൃത്യമായുള്ള രീതിയിൽ അവതരിപ്പിക്കാനുള്ള സാധ്യതകൾ വളരെ കുറവായിരിക്കും. വിദ്യാർത്ഥികൾക്ക് പ്രത്യേക ഈശ്വര പ്രാർത്ഥനകളൊക്കെ നടത്തുന്നതും പരീക്ഷ ഉള്ള ദിവസങ്ങളിൽ ദേവാലയങ്ങളിൽ പ്രത്യേക വഴിപാടുകളൊക്കെ നടത്തുന്നതും നല്ലതായിരിക്കും. ചിലർക്ക് വിദേശത്ത് സ്ഥിരം താമസിക്കുവാനുള്ള അനുമതി ലഭിക്കാത്തതിൻ്റെ വെളിച്ചത്തിൽ തിരികെ പോരേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും. കരാർ ജോലികൾ പലതും വന്നു ചേരുമെങ്കിലും സാമ്പത്തികമായിട്ടുള്ള നേട്ടം കുറവുകളിൽ നിന്നും പിന്മാറുക തന്നെയായിരിക്കും നന്നാവുക. പരീക്ഷ നിരീക്ഷണങ്ങളിൽ വിജയം കൈവരിക്കുവാനുള്ള സാധ്യതകൾ വളരെ കുറവായതിനാൽ എല്ലാം പൂർണ്ണമായിട്ടും സജ്ജമായിട്ടും എല്ലാം സ്വയമേവ പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തിയിട്ട് മാത്രമേ പൊതു കാര്യങ്ങളിൽ അവതരിപ്പിക്കാവൂ. അല്ലാത്ത പക്ഷം പരാജയം ഉണ്ടാകുവാൻ ഇടയുണ്ട്. നിഷ്പ്രയാസം ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള പല കാര്യങ്ങൾക്കും അഹോരാത്രം പ്രവർത്തനം വേണ്ടി വരുവാനിടയുണ്ട്. നിലവിലുള്ള ഗ്രഹത്തിൽ പലർക്കും, ചിലർക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, മറ്റു ചിലർക്ക് ദേഹപരമായിട്ടുള്ള അസ്വാസ്ഥ്യങ്ങൾ, വേറെ ചിലർക്ക് ദാമ്പത്യ സൗഖ്യക്കുറവ്, ഈ വക സാഹചര്യങ്ങളെ കൊണ്ട് ഗ്രഹത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ തുടങ്ങി വയ്ക്കാം എന്ന് വിചാരിക്കുകയും മാതാപിതാക്കളുടെ നിർബന്ധത്താൽ വാസ്തുശാസ്ത്രജ്ഞൻ്റെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുവാനും പരമാവധി ചില മാറ്റങ്ങളൊക്കെ വരുത്തുവാനും സാധ്യതയുണ്ട്. നിലവിലുള്ള ഉദ്യോഗം ഉപേക്ഷിച്ച് മറ്റൊന്ന് ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ജൂൺ മാസത്തിന് ശേഷം മാത്രമേ ലഭിക്കാനുള്ള സാധ്യത കാണുന്നുള്ളൂ. മക്കളുടെ സംരക്ഷണം മനസ്സമാധാനത്തിന് വഴിയൊരുക്കും. ഒരു പരിധിയിലധികം അമിതമായിട്ടുള്ള ആത്മവിശ്വാസം, അമിതമായിട്ടുള്ള അന്ധവിശ്വാസത്തിലൊക്കെ തന്നെ അബദ്ധങ്ങൾ വന്നു ചേരുവാൻ സാധ്യത കാണുന്നു. നന്മ തിന്മയെ വേർതിരിച്ചറിഞ്ഞ് എല്ലാ കാര്യങ്ങളിലും ഒരു ക്ഷമയോടുകൂടിയതായിട്ടുള്ള സമീപനം, ആത്മസംയമനത്തോടുകൂടിയതായിട്ടുള്ള ആശയങ്ങൾ അവലംബിക്കുന്നതും കുടുംബാംഗങ്ങളും ഗുരുകാരണവന്മാരും അനുഭവജ്ഞാനമുള്ളവരും നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഒരു പരിധിവരെ സ്വീകരിക്കുന്നതും അശ്വതി നക്ഷത്രക്കാർക്ക്
എല്ലാ വിധത്തിലുള്ള കോട്ടങ്ങളെയും അതിജീവിച്ച് നേട്ടങ്ങൾ വന്നു ചേരുവാനുള്ള അവസരം ഈ 2026 യോഗം കാണുന്നുണ്ട്. നമസ്കാരം.